രീതിയിൽ വിഷമത്തിലായിരുന്നു, വലിയ രീതിയിൽ അവർക്ക് മുറുമുറുപ്പുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നുള്ള കാര്യവും എല്ലാവർക്കും ബോധ്യമുണ്ടായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ മുന്നണി പോരാളി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമ്മളെല്ലാവരും രാഹുലിനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർട്ടി നിർജീവമായി വീണ് കിടന്നു നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്ന് ചെളിയിൽ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ പ്രതിരോധിക്കാൻ മുന്നിൽ വന്നു നിന്ന പോരാളിയായിരുന്നു രാഹുൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കാലത്ത് ഉണ്ടായ ആരോപണങ്ങൾ അയാൾക്ക് വലിയ രീതിയിൽ പ്രതികൂലമായി മാറി എന്നുള്ളതാണ് അടിസ്ഥാനമെന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ഇന്നലെ പുതുപ്പള്ളിയിൽ കണ്ടതാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങൾ ഈ ആരോപണങ്ങൾക്ക് ശേഷവും രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്ത പല പൊതുപരിപാടികളും, ആ പൊതുപരിപാടികളിൽ 2026 മെയ് 18 തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനിയിൽ UDF ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ആ ചടങ്ങിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ഒരു വലിയ സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയുടെ സ്വീകാര്യതയ്ക്ക്, ജനപിന്തുണയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. മാത്രവുമല്ല, അയാളുടെ ഗ്രാഫ് അത് കുത്തനെ ഉയരുന്ന കാഴ്ചയാണ് ആരോപണങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ പോലും നമ്മൾ കണ്ടത്, അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന രാഷ്ട്രീയ വേട്ടയുടെ മുനയൊടിച്ചതാരാ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന വേട്ടയാടലിനെ തകർത്തെറിഞ്ഞതാരാ? ഈ സമൂഹത്തിലെ സ്ത്രീകളായിരുന്നു. രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയ സ്ത്രീകൾ, അവര് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പരാതികളുടെയും ആരോപണങ്ങളുടെയും മുനയൊടിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. അപ്പോ ആ ഒരു സ്വീകാര്യത ഇപ്പോഴും ഒരു പോറൽ പോലും ഏൽക്കാതെ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ അത്രയും സ്വീകാര്യതയുള്ള ഒരു നേതാവ്, ഇത് സ്വീകാര്യതയുടെ മാത്രം കാര്യമില്ലല്ലോ. രാഹുൽ എന്ന് പറഞ്ഞ ആരാ? ആ യുവാവ്, ആ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളി, അവനോളം കടപിടിക്കാൻ കഴിയുന്ന, അവൻ്റെ അത്തരം ടാലൻ്റുള്ള, പൊട്ടൻഷ്യലുള്ള ഒരു വ്യക്തി